ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ചെറിയ ധ്യാന ചിന്ത. വിഷയം സെക്കൻഡ് ടച്ച്, ഒരു രണ്ടാം സ്പർശം. ഇതാണ് നമ്മുടെ വിഷയം. അതായത് നമുക്കൊക്കെ ഇവിടെ വന്ന് ഈ ആരാധനയും ധ്യാനവും ഒക്കെ സംബന്ധിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ കുറേ കാര്യം നമ്മളിങ്ങനെ കേട്ട് തല വലുതാക്കി ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പോകരുത്. നമ്മൾ വലിയൊരു ഹൃദയം കൊണ്ട് പോകണം. ഹൃദയം വിശാലമാകുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഈ ഫിസിക്സ് പഠിക്കുന്ന പോലെ, മാത്സ് പഠിക്കുന്ന പോലെ, നമ്മൾ ഈ സിനിമ കാണുന്ന പോലെ അല്ല ദൈവത്തെ ഇതിൻ്റെ മുൻപിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവവചനം കേൾക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഹൃദയം വളരെ വലുതാകണം, ഹൃദയം വിശാലമാകണം. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയം വിശാലമാകുമ്പോൾ നമ്മൾ വലിയ മനുഷ്യരാണ്. നമുക്കറിയാം, ഏറ്റവും വലിയ തീവ്രവാദങ്ങളോ ചെയ്ത അപകടങ്ങളൊക്കെ കാണിക്കുന്ന ഫ്ലൈറ്റൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി പല ടവറുകളൊക്കെ ഇടിച്ച് ദേശങ്ങളൊക്കെ കത്തിക്കുന്നത് നമ്മൾ കരുതരുത് അറിവില്ലാത്തവരല്ല ആണെന്ന്. എല്ലാം ഡിഗ്രി ഉള്ളവരും എഞ്ചിനീയറിംഗ് പഠിച്ചവരും വലിയ ബുദ്ധിയുള്ളവരും ഒക്കെയാണ് ലോകത്തിൽ വലിയ വിനാശ പ്രവൃത്തികൾ ചെയ്യുന്നത്. എന്നാൽ ഹൃദയം വലുതാകുന്ന മനുഷ്യരൊക്കെ ദൈവം തൊട്ട മനുഷ്യരാണ്. ഹല്ലേലൂയ. ദൈവം തൊട്ടാൽ നമ്മുടെ ഹൃദയം വിശാലമാകും. ഹല്ലേലൂയ. പലതരം എന്ന് വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ഈശോയെ, നല്ല ഈശോയെ, അങ്ങയുടെ തുളയ്ക്കപ്പെട്ട കരത്താൽ എന്നെ സ്പർശിക്കണമേ, എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണമേ. സ്നേഹമുള്ളൊരു ഹൃദയം എൻ്റെ അപ്പായെ എനിക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ഒരു സെക്കൻഡ് ടച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. നമ്മളെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്? നമ്മളെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോകുന്നത്? നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിപ്പോകുന്നത്? ഇതിൻ്റെയൊക്കെ ഒരു കാരണം, ദൈവം നമ്മളെ രണ്ടാമതൊന്നുകൂടി തൊടാൻ നമ്മൾ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. ഒരു സെക്കൻഡ് ടച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പിന്നീട് അവർ ബേത്സയിദയിലെത്തി. കുറെ പേർ ഒരന്ധനെ അവന്റെ അടുത്തു കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്കു പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ധൻ, കാഴ്ചയില്ലാത്തത്, കുറേ പേര് ഇവനെ പൊക്കി എടുത്തുകൊണ്ട് ഈശോ അടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ ഇവന് ഈശോ അടുത്ത് വരാൻ ഒരാഗ്രഹമൊന്നുമില്ല. നാട്ടുകാരാണ് പൊക്കിക്കൊണ്ടുവരുന്നത്. ജീവിത പങ്കാളിയാ പറയാം, എൻ്റെ മനുഷ്യ കുറേ നാളായല്ലോ ഇങ്ങനെ തപ്പി നടക്കും, വാ ഒന്ന് വന്ന് പ്രാർത്ഥന. നീ ഇങ്ങനെ 24 മണിക്കൂർ അടുക്കളയിൽ കൂടി ഇങ്ങനെ അരകില് ചുറ്റി അടുക്കള ചുറ്റി നടക്കാതെ നീ വാ, നീ പള്ളി വാ. ഇങ്ങനെ നാട്ടുകാർ കുറെ ഒരു അന്ധനെ കൊണ്ടുവന്ന് ഈശോയുടെ മുമ്പിൽ കൊണ്ടുപോയി. എന്നിട്ട് ഈ അന്ധൻ ഒരക്ഷരം മിണ്ടുന്നില്ല. കർത്താവ് എന്ത് ചെയ്ത് അവന്റെ കൈക്ക് പിടിച്ച് എന്നിട്ട് അവനെ ഗ്രാമത്തിന് വെളിയിൽ കൊണ്ടുപോയി. ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഗ്രാമം എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് മെച്ചപ്പെട്ട സ്ഥലമല്ല. പട്ടണം എന്ന് പറഞ്ഞാൽ അവിടെ അഭിഷേകമുള്ള സ്ഥലമാണ്. ജെറുസലേം പട്ടണം, അവിടെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. ഈ ജെറുസലേം പട്ടണത്തിലാണ് അവർ ഒന്നിച്ചു കൂടിയത്. അവിടെയാണ് സിയോൻ, അവിടെയാണ് വിശുദ്ധ കുർബാന പെസഹ ആഘോഷിച്ചത്. അപ്പം നമുക്ക്
ഈ ദേവാലയം നിൽക്കുന്നത് പട്ടണമാണ്. ബൈബിളിൽ പട്ടണമെന്ന് പറഞ്ഞാൽ ഭേദപ്പെട്ടൊരു സ്ഥലമാണ്, ദൈവസാന്നിധ്യമുള്ളൊരു സ്ഥലമാണ്. എന്നാൽ ഗ്രാമം എന്ന് പറഞ്ഞാൽ തിന്മയുടെ ഈറ്റില്ലമെന്നാണ് ഒരർത്ഥം. എന്ന് പറഞ്ഞാൽ പാപം നിറഞ്ഞ, ഇരുള് നിറഞ്ഞ. അതുകൊണ്ടാണ് യേശുയുടെ ഉത്ഥാനത്തിന് ശേഷം 2 ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് 60 സ്ഥാദിയോൺ അകലെയുള്ള ഏത് ഗ്രാമത്തിലേക്ക്? എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഉദ്ധിതനെ ഉപേക്ഷിച്ചിട്ട് അവരുടെ സ്വന്തം ഗ്രാമത്തിലേക്ക്, സ്വന്തം സ്വാർത്ഥതയിലേക്ക്, സ്വന്തം ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇടത്തിലേക്ക് പോകും. ദൈവം വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ശിഷ്യന്മാരാ. ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കാൻ. അവരോ പെട്ടി അടച്ച് വലിയ ഗ്രാമത്തിലേക്ക് പോവുക. ഇതാണ് ബൈബിളിൽ ഗ്രാമമെന്ന് പറഞ്ഞാൽ ഒരു തിന്മയുടെ ഇടമാണ്. ഹല്ലേലൂയാ. സ്നേഹമില്ല. ഹല്ലേലൂയാ. സന്തോഷത്തോടെ ഹല്ലേലൂയാ. ഇപ്പോൾ ഈ മനുഷ്യനെ ഈശോ കൈക്ക് പിടിച്ച് ഈ ഗ്രാമത്തിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവന്റെ കണ്ണുകളിൽ തൊട്ടിട്ട് ചോദിച്ചു, വല്ലതും കാണുന്നുണ്ടോടാ? വല്ലതും കാണുന്നുണ്ടോ? അവന്റെ കണ്ണിൽ തൊട്ടു. ഒന്നാം സ്പർശനം. അവൻ പറഞ്ഞു, ആ കാണുന്നുണ്ട്. എന്നാ കാണുന്നുണ്ട്? മനുഷ്യരെ കാണുന്നുണ്ട്. പക്ഷെ അവരെല്ലാം എങ്ങനെ ഇരിക്കുന്നു? മരങ്ങളെ പോലെ ഇരിക്കുന്നു. ബെസ്റ്റ് കാഴ്ചയാണ്. എന്നാലോചിച്ച് നോക്കിയാൽ, മനുഷ്യരെ മരങ്ങളായി കണ്ടാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? വെട്ടിക്കേറി തീയിരിക്കും. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുന്നില്ല. ദൈവം അവന്റെ കണ്ണിലേക്ക് കൈ എടുത്തു വെച്ചു. പക്ഷെ ഒന്നാം സ്പർശനത്തിൽ അവൻ ചിലതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ മനുഷ്യരെ മാത്രം മരങ്ങളെ പോലെ കാണുക. മനുഷ്യരെ അവൻ മരങ്ങളെ പോലെ കാണുക. എനിക്ക് ഉപയോഗിക്കാൻ, എനിക്ക് തീ കത്തിക്കാൻ, എനിക്ക് ചൂട് കിട്ടാൻ, എൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കിട്ടാൻ, ഇങ്ങനെ മനുഷ്യനെ മരങ്ങളായി കാണുന്ന കാഴ്ച കർത്താവിന് മനസ്സിലായി. ഇവനൊരു 2ാം സ്പർശനം ആവശ്യമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷമാണ് ഇവന് യഥാർത്ഥ കാഴ്ച കിട്ടിയത്. ഈശോ തൻ്റെ 2 കൈയും എടുത്തവന്റെ കണ്ണിലേക്ക് വെച്ചിട്ട് ചോദിച്ചു, ഇപ്പോഴോ? അപ്പൊ പറഞ്ഞ എല്ലാം ക്ലിയർ. ഇപ്പം മനുഷ്യരൊക്കെ മനുഷ്യരാണ്, മനുഷ്യരെ മനുഷ്യനായിട്ടാണ് കാണുക. ഇപ്പൊ എനിക്ക് മനുഷ്യനെ ഉപയോഗിക്കാനുള്ള ആളല്ല, സ്നേഹിക്കാനുള്ള ആളാണ്. ഇതാണ് ഈ 2ാം സ്പർശനം. ദൈവം തൊട്ട മനുഷ്യരൊക്കെ ഈ 2ാം സ്പർശനം കിട്ടിയവരാ. ഹല്ലേലൂയാ. സന്തോഷത്തോടെ തന്നെ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളിൽ നിറയണമേ. കർത്താവ് നമ്മളെ ഒന്നുകൂടെ തുടർ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, എനിക്കുൾപ്പെടെ, ഒരു സെക്കൻഡ് ടച്ച് ആവശ്യമുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇതൊക്കെ മതി, ഇങ്ങനൊക്കെ മതി. അത്യാവശ്യം ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു, ഇങ്ങനൊക്കെ ജീവിച്ചാൽ മതി എന്ന് ആരെങ്കിലും കരുതിയാൽ നമ്മളൊരു കെണിയിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധരൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? കർത്താവേ, ഒന്നുകൂടൊന്ന് തുടരണമേ. ഒരു സെക്കൻഡ് ടച്ച് ആഗ്രഹിച്ചു പറഞ്ഞേ ഹല്ലേലൂയാ. സ്നേഹത്തോടെ ഹല്ലേലൂയാ. ബൈബിളിന്റെ പാഠം, ബൈബിൾ നമുക്കറിയാം. ഈ അന്ധനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്? ഇത് ചരിത്രം പറയാൻ പറയുന്നല്ല, ഇത് എൻ്റെ നിന്റെ ദൂതാണ്. ഒരു സെക്കൻഡ് ടച്ചോടുകൂടി മാത്രമേ, ദൈവം ഒന്നുകൂടെ തൊട്ടാൽ മാത്രമേ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകൂ. ജീവിത സഖിയെ, ഒരു ജീവിതം കിട്ടുമെന്ന് കരുതി, ഒരു ജീവിതം ഉണ്ടാകും, ഒരു കുടുംബം ഒരുക്കപ്പെടുമെന്ന് കരുതി, ഒരു നാട് വിട്ട്, മാതാപിതാക്കളെ വിട്ട്, സഹോദരങ്ങളെ വിട്ട്,
നിന്റെ കൂടെ വന്ന് ചേർന്നിരിക്കുന്ന ഒരു ജീവിത സഖിയെ അന്ന് തൊട്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഞാൻ പറയുന്നത് കേട്ടോണം, എൻ്റെ കാര്യം നടത്തി തന്നോണം, മര്യാദയ്ക്ക് ഇരുന്നോണം, എൻ്റെ മക്കളെ വളർത്തിക്കോണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒന്നുകൂടെ തൊട്ടാലുണ്ടല്ലോ ഈ ജീവിത പങ്കാളിയെ കാണുന്ന കാഴ്ചപ്പാട് മാറും. ഹൃദയം കൊണ്ട് കാണാൻ തുടങ്ങും. ദൈവമേ, എന്നിൽ വിശ്വാസം അർപ്പിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു പെണ്ണ, എന്നിൽ വിശ്വാസം അർപ്പിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരാളാ. ഞാനിങ്ങനെ ഇട്ട് തല്ലാമോ? ഇങ്ങനെ പഴി പറയാമോ? ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ സെക്കൻഡ് ടച്ച്. അതുപോലെ തന്നെ ഭർത്താവിനെ, പ്രിയപ്പെട്ടവർ, ഇതുവരെ കണ്ട കാഴ്ചയിൽ നിന്ന് കർത്താവ് ഒന്ന് തൊട്ടാലുണ്ടല്ലോ രണ്ടാമതൊരു കാഴ്ച കിട്ടും. ഈ മനുഷ്യൻ നെല്ലുമുറിയെ രാവിലെ തൊട്ട് വൈകുന്നിടം വരെ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നത്, ഈ കൂലിവേല ചെയ്യുന്നത്, അല്ലെങ്കിൽ വിദേശത്ത് ഈ കൊടും ചൂടിൽ അതൊരു തുണി പോലും വാങ്ങിക്കാതെ എല്ലാം വാങ്ങിച്ചു പെറുക്കി കെട്ടി ഇവിടെ കൊണ്ടുവന്ന് മക്കൾക്ക് എനിക്ക് വേണ്ടി എത്ര നാളുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഷുഗറും പിടിച്ച് മുടിയും കൊഴിഞ്ഞ് ആകപ്പാടെ എല്ലാം തോലുമായി വരിക. ഇങ്ങനെയൊക്കെ ജീവിതം മുഴുവനും ഒരു കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചത് മക്കൾ കാണാൻ തുടങ്ങി. എൻ്റെ അപ്പ കഴിഞ്ഞ ദിവസം ഒരു സുന്ദരമായ ഒരു വീഡിയോ, അതായത് ജപ്പാനിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ ഡിജിറ്റൽ മീഡിയയിൽ ഈ മാതാപിതാക്കൾ, ഇവരുടെ മാതാപിതാക്കൾ, ഖനികളിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കളുടെ ചിത്രം, വീഡിയോകൾ ഇവരെടുത്ത് ഈ കുഞ്ഞുങ്ങളെ കാണിക്കുന്നുണ്ട്. ഇതിനിടയിലിരുന്ന് ചില കുഞ്ഞുങ്ങൾ കണ്ണുനീരോടെ തേങ്ങുന്നത് കാണിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്കൊരു ബോധ്യം കിട്ടും, എൻ്റെ അപ്പ, എൻ്റെ അമ്മ അവരുടെ ജീവിതം മുഴുവനും മാറ്റിവെച്ചിരിക്കുന്നത് വേദനയോടെ കണ്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങള് ഏങ്ങലടിക്കുന്ന ഒരു രംഗമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. കാരണം അതുപോലെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കാഴ്ചകൾ തെളിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുവരെ കണ്ട കാഴ്ച എല്ലാം വാങ്ങിച്ചു തന്നില്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന, ബഹളം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. എന്നാൽ ഒരു രണ്ടാം കാഴ്ച കുഞ്ഞുങ്ങൾക്ക് കിട്ടും. ഈ പള്ളിയെക്കുറിച്ച് ഒരു കാഴ്ചയുണ്ട്. എന്ത്? പള്ളി പെരുന്നാൾ നടത്താനാണ്. എന്നാൽ ഒരു ദൈവം തൊട്ടാലുണ്ടല്ലോ ഒരു രണ്ടാമത്തെ കാഴ്ച ഉണ്ടാകും, കുർബാനയുടെ കാഴ്ച. രണ്ടാമത്തെ ഒരു കാഴ്ച ഉണ്ടാകും, സ്നേഹത്തിന്റെ ഒരു കാഴ്ച, കൂട്ടായ്മയുടെ ഒരു കാഴ്ച, വചനത്തിന്റെ ഒരു കാഴ്ച. പ്രിയപ്പെട്ടവർ, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം തൊട്ട മനുഷ്യർക്ക് മാത്രമേ ഈ കാഴ്ചകൾ തെളിഞ്ഞു കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. അതായത് ഈ സെക്കൻഡ് ടച്ചിന് വേണ്ടി ചോദിക്കണം. ശ്രദ്ധിച്ചേ, ഇത് വെറുതെ കിട്ടില്ല. ദൈവം ആദ്യത്തെ സ്പർശനം തന്നു, അനുഗ്രഹിച്ചു, ക്രിസ്ത്യാനിയായി, പള്ളി വരുന്നു, പ്രാർത്ഥിക്കുന്നു, കുർബാന കാണുന്നു, കുർബാന അർപ്പിക്കാൻ വരുന്നവരൊക്കെ കുർബാന ഒപ്പിച്ചേച്ചു പോകുന്നു. അങ്ങനെയൊക്കെ 1-ാം സ്പർശനത്തിൽ നടക്കുന്നവരാണ് ഞാനും നിങ്ങൾ. എന്നാൽ ഒരു 2-ാം സ്പർശനം നമ്മൾ ചോദിക്കണം, കിട്ടുന്നത് വരെ ചോദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒന്ന് വായിച്ചേ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ശ്രദ്ധിക്കണം, ആദിമസഭ ഒരുമിച്ച് കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുക, പെന്തക്കോസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വായിക്കാം. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതായത് അവര് പ്രാർത്ഥിച്ചപ്പോൾ നമുക്കൊന്നും ഇല്ലാത്ത ഒരു അനുഭവം, കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദം ആകാശത്ത് നിന്ന്. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. മുഴുവനും അത് ആ ശബ്ദം അങ്ങ് നിറഞ്ഞു നിൽക്കുക. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. ഈ ശബ്ദം മാത്രമല്ല, അവർ സൂക്ഷിച്ചു നോക്കിയപ്പോ അടുത്തിരിക്കുന്നവരുടെ എല്ലാം തലയ്ക്ക് മീതെ ഒരു നാവ്, തീനാവ്, പരിശുദ്ധാത്മാവ്
ഇങ്ങനെ വന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നതായിട്ട് അവർ കണ്ടു. ആദിമസഭ കണ്ടു. അടുത്തത്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതായത് അവർക്ക് ദൈവത്തിന്റെ സ്പർശനമുണ്ടായി. ഒന്നാം സ്പർശനം. ഇതാണ് ആദ്യ സ്പർശനം. എന്നാൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൽ ഇതേ ജനം വീണ്ടും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമുണ്ട്. 4-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രഭുക്കന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു. അതായത് ഇവരിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നപ്പോൾ ഈ ഹെറോദേസും അതുപോലെ തന്നെ ജനപ്രമാണികളും പുരോഹിതന്മാരും അവരോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ അവരെ വിളിച്ച താക്കീത് കൊടുത്തു. 17-18 വാക്യങ്ങൾ. എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോടും സംസാരിക്കരുതെന്ന് നമുക്കവരെ താക്കീത് ചെയ്യാം. അവർ അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. 21-ാം വാക്യം, അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അതായത് ആദിമസഭയിലെ ശിഷ്യന്മാര്, സ്ലീഹന്മാരെ, ജനം, ഈ ഇസ്രായേൽ യഹൂദര് വല്ലാതെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരോട് പറഞ്ഞു, മേലാൽ നസ്രേന യേശുവിന്റെ നാമം മിണ്ടിപ്പോകരുത്. പേടിപ്പിച്ചു. പരിശുദ്ധാത്മാവ് കിട്ടിയവരാ. 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവ് അഗ്നിനാവുകൾ പോലെ ഓരോരുത്തരുടെയും മേൽ വന്നു നിന്നവരാ. പരിശുദ്ധാത്മാവിന്റെ 1-ാം സ്പർശനം കിട്ടിയവരാ. പക്ഷേ ഒരു ഭീഷണി ഉണ്ടായപ്പോ, ഒരു കോടതി നോട്ടീസ് വന്നപ്പോ, ഒരു വക്കീൽ നോട്ടീസ് വന്നപ്പോ ഉള്ള ധൈര്യം എല്ലാം പോയി. 4 പേരെ വിമർശിച്ചപ്പോ എല്ലാ കൺട്രോളും പോയി. സ്നേഹമുള്ളവരെ, അവരെന്ത് ചെയ്തെന്നറിയാമോ? അവരൊരു 2-ാം സ്പർശനത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചു. അതാണ് നമ്മൾ വായിക്കുന്നത് 24-ാം വാക്യം. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു. ഏത് കേട്ടപ്പോൾ? ഭീഷണി കേട്ടപ്പോൾ. ഈ അധികാരവർഗം, ഈ ഭരണാധികാരികൾ ഞങ്ങളെ ഇനി മേലാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോരുത് എന്ന് പറഞ്ഞപ്പോ ഇവരെല്ലാവരും കൂടെ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനാ പ്രാർത്ഥിച്ചെന്നറിയാമോ? വായിച്ചേ. നാഥ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അങ്ങ് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ, വിജാതിയർ രോഷാകുലരായതെന്തിന്? ജനങ്ങൾ വൃദ്ധമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നതുമെന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹേരോദേസും പന്തിയോസ് പീലാത്തോസും വിജാതിയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി. അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിനു വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. ജനം പ്രാർത്ഥിച്ചു, കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. ഞങ്ങൾക്ക് ധൈര്യമില്ലാതായിപ്പോയി. കാര്യം ശരിയാ, പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനമൊക്കെ കിട്ടിയതാണ്. പക്ഷേ കർത്താവേ, ഞങ്ങൾക്ക് ധൈര്യമില്ല. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു സ്പർശനമൊക്കെ കിട്ടിയവരാ, പക്ഷേ ഞങ്ങൾക്ക് പോരാ, ധൈര്യം കുറവാ. അവർ വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. എന്നിട്ട് വീണ്ടും അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും
അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതായി അവിടുത്തെ കൈകൾ നീട്ടണമേ. വീണ്ടും കർത്താവേ, ഒരിക്കൽ കൂടെ നീ ഒന്ന് കൈ നീട്ടണമേ. ഒരു സെക്കൻഡ് ടച്ചിന് വേണ്ടിയിട്ട് ജനം പ്രാർത്ഥിക്കും. കർത്താവെ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒന്നോടൊന്ന് തൊടണമേ. പ്രിയപ്പെട്ടവർ, എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. അടുത്ത വചനം: അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഭയമാണ് കർത്താവേ, ഞങ്ങൾക്ക് ധൈര്യത്തോടെ വചനം പ്രസംഗിക്കാൻ കൃപ തരണേ എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന അങ്ങോട്ട് കഴിയുകയും ദൈവത്തിന്റെ ആത്മാവ് രണ്ടാമത് ഒന്നുകൂടെ തൊട്ടു. പെന്തക്കോസ്താ ദിനത്തിൽ സ്ഥലം കുലുങ്ങിയതായിട്ട് പറയുന്നില്ല, അവർക്ക് ധൈര്യം വന്ന് നിറഞ്ഞതായിട്ട് പറയുന്നില്ല. എന്നാൽ ഈ രണ്ടാം സ്പർശനത്തിൽ അവരിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങി. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവർ, അടുത്ത വചനം, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. ഈ രണ്ടാം സ്പർശനത്തിൽ പരിശുദ്ധാത്മാവ് ഒരു നാവ് പോലെ മാത്രം വന്ന് നിൽക്കുകയല്ല, പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി എന്ന് പറഞ്ഞാൽ എന്താ ജോണേ? പൂരിതരായി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വെറുതെ ഒരു നാവ് പോലെയോ ഒരു ചെറിയ തീക്കഷ്ണം പോലെയല്ല. പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞു പൂരിതരായി എന്ന് പറഞ്ഞ ശരീരം മുഴുവനും പരിശുദ്ധാത്മാവിന്റെ ഒരു അനോയിന്റിങ് കിട്ടി. ഹല്ലേലൂയാ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പിന്നീടാണ് അവർ ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി. ഈ സെക്കൻഡ് ടച്ച് നമുക്ക് വേണം. നമുക്ക് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ടെന്ന് പോകരുത്. പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടെ കിട്ടിയാലേ നമുക്ക് ഈ ജീവിതം കൃപയിൽ പൂർത്തീകരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കുറെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു നടക്കും, പക്ഷെ കൃപ നിറയത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. ഉടനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നു. പിന്നെ എല്ലാ രാജ്യങ്ങളും രാജാക്കന്മാരുടെ മുമ്പിൽ ധൈര്യപൂർവ്വം അങ്ങോട്ട് കയറി ചെന്നിട്ട്, യേശു ഏക രക്ഷകൻ. നിങ്ങൾക്കറിയാമോ, അന്നത്തെ കാലത്ത് സീസറാണ് ഏകരക്ഷകൻ. ലോകം ഭരിക്കുന്ന സീസറാണ് ദൈവം. സീസർ അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞ് റോമക്കാർ മുഴുവനും സൈനിക ബലം കൊണ്ട് ലോകത്തെ കീഴടക്കി കിടുകിടാ വിറപ്പിച്ച് എല്ലാ വഴികളും റോമിലേക്ക് എന്നുള്ള ആ തത്വമൊക്കെ ഇങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഈ തച്ചന്റെ മകനെ നോക്കി ജനം പറഞ്ഞു, നോ, സീസർ ഈസ് നോട്ട് ഗോഡ്, ജീസസ് ഈസ് ഗോഡ്. ഇത് പറയാനുള്ള ധൈര്യം കിട്ടിയത് ഈ സെക്കൻഡ് ടച്ച്. ധൈര്യപൂർവ്വം നമുക്ക് വിശ്വാസം ഉണ്ടോ എന്നൊക്കെ മനസ്സിലാകുന്നത് പ്രിയപ്പെട്ടവരെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ. പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ ഒരു സ്പർശനമുണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു കൃപ. ആദ്യത്തെ സ്പർശനത്തിൽ തീയുണ്ടായി, കാറ്റുണ്ടായി, കൊടുങ്കാറ്റുണ്ടായി, ഭാഷാപരമുണ്ടായി, അവരെല്ലാം ദൈവത്തെ സ്തുതിച്ചു, ശരിയാണ്. പക്ഷേ രണ്ടാമത്തെ സ്പർശനത്തിലാണ് സ്ഥലം കുലുങ്ങുന്നതും ഭയം വിട്ടുപോകുന്നതും ധൈര്യം വരുന്നത്. അതുകൊണ്ട് ഈ സെക്കൻഡ് ടച്ചിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു പൂർണ്ണമായ ഒരു ഉദാഹരണമല്ല എങ്കിൽ തന്നെയും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം. അതായത് ഒരു കുഞ്ഞിനെ അമ്മ മുലപ്പാൽ കൊടുത്ത് വളർത്തുന്നു. മുലപ്പാൽ കുടിച്ച് കുഞ്ഞ് വളരുന്നു. പക്ഷേ ഈ മുലപ്പാലിനോടൊപ്പം തന്നെ ഈ കുഞ്ഞിന് ഈ അമ്മയുടെ സ്പർശനവും വേണം. ഈ അമ്മയുടെ സ്പർശനമാണ് ഈ കുഞ്ഞിനെ കുറെ കൂടി സെക്യൂർഡ് ആക്കുന്നത്, സുരക്ഷിത ബോധമുള്ളതാക്കുന്നത്. അതുകൊണ്ടാണ് മുലപ്പാൽ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പല വിചാരത്തിൽ പല ചിന്തകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഭയമുള്ള ചിന്തകളിലൊക്കെ പോയി കുഞ്ഞിൽ അത് ബാധിക്കും. മറിച്ച് ഈ കുഞ്ഞിൽ, അതുകൊണ്ടാണ് ഈ തള്ളപ്പശുവൊക്കെ കുഞ്ഞു കിടാവിനെ
ആകിടൽ മുല കുടിപ്പിക്കുമ്പോൾ ഇതിനെ ഇങ്ങനെ നക്കിക്കൊണ്ടേയിരിക്കും, അതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു സ്പർശനമാണ് ഇതിന് വേണ്ടത്. രണ്ടാം സ്പർശനമാണ്. നമ്മൾ മക്കൾക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മക്കൾക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കും. ഒന്നാം സ്പർശനം. മാതാപിതാക്കളുണ്ട്, വീടുണ്ട്, സ്നേഹമുണ്ട്, പഠിത്തമുണ്ട്, പിള്ളേർക്ക് വേണ്ടുന്നെല്ലാം കൊടുക്കും. ഒന്നാം സ്പർശനം. പക്ഷേ ഒരു സെക്കൻഡ് ടച്ച് ഉണ്ട്. അത് ദൈവം തൊടണം. ദൈവം തൊട്ട മനുഷ്യർക്ക് മാത്രമേ ഈ ഭൂമിയിൽ എന്തെങ്കിലും നന്മ ചെയ്ത് ജീവിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ 2 ചെടി, ഇപ്പം എല്ലാവർക്കും ഈ പ്ലാന്റുകൾ കിട്ടുമല്ലോ അല്ലേ, മുറിക്കകത്തൊക്കെ വെക്കുന്ന ചെടികൾ. 2 ചെടികൾ നിങ്ങൾ വാങ്ങിച്ചിട്ട്, പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട്, ഒരു ചെടി നിങ്ങൾ വെള്ളമൊഴിക്കുന്നുണ്ട്, വളമിടുന്നുണ്ട്, മറ്റേ ചെടിയിലും വെള്ളമൊഴിക്കുന്നുണ്ട്, വളമിടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പരീക്ഷിച്ചാൽ മതി, രണ്ടും ഒരേപോലെ ഒരു റോസ്, ഒരേ ഹൈറ്റ്, ഒരേ കളറ്. നിങ്ങൾ ഒരു ചെടിയെ മാറ്റി വെച്ചിട്ട് മറ്റേ ചെടിയിൽ എന്നും നിങ്ങൾ വെള്ളവും വളത്തിൻ്റെ കൂടെ നിങ്ങൾ അല്പനേരം അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് സംസാരിച്ചും വേണ്ടിയും പറഞ്ഞും ഒക്കെ നിന്നിട്ട് നിങ്ങൾ ഒരു 3 ആഴ്ച കഴിയുമ്പോൾ, 10-20 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ആ ചെടികൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കി. ഇത് പരീക്ഷിച്ചിട്ടുള്ള സംഭവമാണ്. 2 ചെടിക്കും വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ചെടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്പർശനമുണ്ട്. പ്രകടമായി അതിനകത്ത് വ്യത്യാസം ഉണ്ടാകും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ 1 തെസ്സലോനിക്കർ 1-4-5 വാക്യം, ദൈവത്തിന്റെ വാത്സല്യഭാജനങ്ങളായ സഹോദരരെ, നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയിക്കുന്നു. എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെയും അത്രേ. പൗലോസ്ലീഹ പറയാണ്, മക്കളെ, ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനം കൊണ്ട് മാത്രമല്ല. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, വചനം പ്രസംഗിക്കുക മാത്രമായിരുന്നില്ല പൗലോസ്ലീഹ ചെയ്തത്. മറിച്ച് പൗലോസ്ലീഹ പറയാണ്, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെ. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ കൂടാരപ്പണി ചെയ്ത് അധ്വാനിക്കുന്ന പണത്തിന്റെ ഒരു അംശം മാറ്റിവെച്ച് പൗലോസ്ലീഹ പാവങ്ങളെ സഹായിച്ചു. പൗലോസ്ലീഹ പാവപ്പെട്ട ജെറുസലേമിലെ ക്രൈസ്തവർക്ക് വേണ്ടി പണക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് കോറിന്തോസിലും അക്കായിയിലും ത്രോവാസിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ ചെന്ന് സ്തോത്രകാഴ്ച എടുത്ത് പിരിച്ചുകൊണ്ട് വന്ന് ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കും. അങ്ങനെ ഉള്ളവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ലാത്തവന്റെ കൊടുത്തും പാവങ്ങളെ സഹായിച്ചും പരിഗണന കാട്ടിയും. പ്രിയപ്പെട്ടവരെ, വചനം പ്രസംഗിക്കുക മാത്രമല്ല, ഈ സ്പർശനം, ഈ സ്നേഹത്തിന്റെ സ്പർശനം, ഇതാണ് സഭയെ വളർത്തുന്നത്. അതുകൊണ്ട് ഈ സെക്കൻഡ് ടച്ച് ഇത് ദൈവം തൊടണം, ദൈവം തൊട്ട് തരണം, എങ്കിലേ വളരുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് സഹായിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു രണ്ടാം സ്പർശനം. ഇതിനുവേണ്ടി നമ്മൾ ചോദിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ വന്നു നിറയണമേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് രണ്ടാമതൊന്നുകൂടെ തൊട്ടാൽ കളറ് മാറും. പരിശുദ്ധാത്മാവ് രണ്ടാമതൊന്നുകൂടെ തൊട്ടാൽ നമ്മുടെ ജീവിതാവസ്ഥകൾ മാറും. അതുകൊണ്ടാണ് ഞാൻ ഈ ധ്യാനമൊക്കെ ഇവിടെ ആരാധന നടത്തുമ്പോൾ ഇത് പണ്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ വന്ന് അനുഗ്രഹങ്ങൾ ചോദിച്ചു. അനുഗ്രഹങ്ങളൊക്കെ ദൈവം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ചില ആളുകളെ കാണുമ്പോൾ അവർ ഈ അനുഗ്രഹങ്ങളോ, എനിക്കത് കിട്ടണം, വീട് വെച്ച് കിട്ടണം, വസ്തു വിറ്റ് കിട്ടണം, ഇതൊന്നും അല്ല ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ചില ആളുകളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവരിപ്പോൾ പ്രാർത്ഥിക്കുന്ന, ദൈവമേ നീ ഒന്ന് തൊടണേ, നിന്റെ കൃപ നിറയണേ,
കർത്താവേ, നിന്റെ 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 ശക്തി, നിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തി തരണേ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണാനിട വരുന്നുണ്ട്. ഹല്ലേലൂയാ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പാലായിൽ ഒരു 3 ദിവസത്തെ ധ്യാനം ഉണ്ടായിരുന്നു. അതിൽ ഒരു പൂർണ്ണമായ ഒരു ദിവസവും ഞാൻ ആ ധ്യാനം നടത്തി. അപ്പോൾ ആ ധ്യാനം നടത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ചേച്ചി, അത് ആരാധനയുടെ സമയത്തൊക്കെ സർവ്വതും മറന്ന് കൈകൊട്ടി പാടി ആരാധിക്കും. അപ്പം ഞാൻ അവിടുത്തെ ബ്രദറിനോട്, അവിടുത്തെ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, ഇതെന്ത് ഈ ഭയങ്കര ആത്മനിറവിൽ സന്തോഷം ആനന്ദത്തോടെ തുള്ളിച്ചാടിയൊക്കെ ആരാധിക്കുന്നത്? അപ്പോൾ അവരോട്, എൻ്റെ അച്ഛാ, അത് ക്രിസ്ത്യാനി അല്ല, അതൊരു ഹിന്ദു ചേച്ചിയാണ്, അത് ഹൈന്ദവ സഹോദരിയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഭർത്താവ് ഇട്ടേച്ചു പോയി ഒരു കുഞ്ഞിനെ വളർത്താൻ ബന്ധപ്പെടുകയാണ്. ദൈവത്തെ ആരാധിക്കുന്നത്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർ പറയാണ്, നേരത്തെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഭർത്താവ് ഇട്ടേച്ചു പോയ ഭർത്താവ് കുഞ്ഞിനെ വിളിച്ചു തുടങ്ങി. എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു കിട്ടണം, എവിടൊക്കെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നു. പിന്നെ ഒരു പ്രാർത്ഥിച്ചാണ്, എനിക്കെൻ്റെ കുഞ്ഞിനെ വിളിച്ചാൽ അത് മതി, കർത്താവിന് അത് ഹിതമാണെങ്കിൽ അത് മതി, പക്ഷെ എനിക്കെൻ്റെ ദൈവത്തെ വേണം, എനിക്കെൻ്റെ കർത്താവിനെ വേണം. പ്രിയപ്പെട്ട ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല, മാമോദിസ മുങ്ങിയിട്ടുള്ള ആളല്ല, പക്ഷേ എല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഒരു സിസ്റ്റേഴ്സ് പറയാണ്, ഈ കൊച്ച് കരഞ്ഞു പ്രാർത്ഥിക്കും, ദൈവമേ ഒരിക്കൽ നിന്നെ സ്വീകരിക്കാൻ, കുടുംബമായിട്ട് നിന്നെ സ്വീകരിക്കാൻ എന്നെ സഹായിക്കണേ. ഞാൻ ചിന്തിക്കാണ് ചില ആളുകളുടെയൊക്കെ വിശ്വാസം, ഒരു 2ാം സ്പർശനത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കുന്ന മനുഷ്യരുണ്ട്. ഒരു 2ാം സ്പർശനം, അവര് ഒരു ആനന്ദത്തിലാകുകയാണ്. അവർക്ക് ദൈവം മതി, കർത്താവേ നീ മതി. മതത്തിന്റെ അടിമത്തങ്ങളിലല്ലവർ, പിന്നീട് ആത്മാവിന്റെ നിറവിലും ആനന്ദത്തിലും. ഈ ആത്മീയത ഒരു ആനന്ദം തരണം. നമ്മുടെ വിശ്വാസം നമുക്കൊരു സന്തോഷം പങ്കുവെച്ച് കിട്ടും. നമ്മൾ പള്ളി വരുമ്പോൾ നമുക്ക് ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റണം. ഇത് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു 2ാം സ്പർശനം നമുക്കുണ്ടാകുന്നില്ല. ഒരു സെക്കൻഡ് ടച്ച് ചോദിക്കണം, കർത്താവേ ഒന്നുകൂടെ തൊടണമേ.